വലിയ പ്രതീക്ഷയോടെ അധികാരത്തിൽ വന്ന തമിഴ്നാട് മുഖ്യമന്ത്രിയും സൂപ്പർ സ്റ്റാറുമായ ഇളയ ദളപതി വിജയ് സ്വന്തം ഭരണത്തിന്റെ തുടക്കത്തിൽ താൻ തന്നെ സൃഷ്ടിച്ച ഒരു തെറ്റിനെ സ്വയം തിരുത്തിയിരിക്കുകയാണ്. താൻ ജയിക്കുമെന്നും മുഖ്യമന്ത്രിയാകും എന്നുമൊക്കെ പ്രവചിച്ച ഒരാളെ തൻ്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയാക്കി നിയമിച്ചുവെന്ന പരമമായ വിഡ്ഢിത്തത്തിൽ നിന്നാണ് വിജയ് പിൻവാങ്ങിയിരിക്കുന്നത്. വിചിത്രമായ ആ നിയമനം എന്തായിരുന്നെന്ന് നോക്കാം. TVK എന്ന പാർട്ടിയുടെ സാരഥിയായി പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ഉടൻ തന്നെയാണ് നടൻ വിജയ് ആ നിയമനം നടത്തിയത്. വെറുമൊരു നിയമനമല്ല, തൻ്റെ വിജയത്തിന് വഴികാട്ടിയായി എന്ന് വിശ്വസിക്കുന്ന ഒരു ജ്യോതിഷിയെ പിടിച്ച് ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി അഥവാ OSD ആയി നിയമിച്ചു. ആലോചിച്ച് നോക്കുക, ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണപരമായ കാര്യങ്ങളിൽ ഉപദേശം നൽകാൻ, നയരൂപീകരണം നടത്താൻ, IAS ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാനൊക്കെ കവിടി നിരത്തുന്ന ഒരു ജ്യോതിഷി. ഇത് കേട്ട് തമിഴകത്തെയും രാജ്യത്തെയും പുരോഗമന മനസ്സുള്ളവരെല്ലാം ഞെട്ടുകയുണ്ടായി. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ഇപ്പോഴും നിലകൊള്ളുന്ന DMK-യിലെ നേതാക്കളും പ്രതിപക്ഷ നേതാവും യുവരക്തവുമായ ഉദയനിധി സ്റ്റാലിനും വിജയിൻ്റെ അന്ധവിശ്വാസ തീരുമാനത്തെ വിമർശിച്ചു. ജ്യോതിഷിയെ ഓഫീസർ ഓൺ ഡ്യൂട്ടി ആക്കിയിരിക്കുന്ന വിചിത്രമായിട്ടുള്ള തീരുമാനം. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. ഈ വിദ്വാൻ്റെ നിയമനം മണിക്കൂറുകൾക്കുള്ളിൽ റദ്ദാക്കേണ്ടി വന്നു. എന്തുകൊണ്ട്? വിമർശനങ്ങളെ തുടർന്ന്. ഇത് സാമൂഹ്യ പരിഷ്കർത്താവായ തന്തൈ പെരിയാറിൻ്റെ മണ്ണാണ് എന്ന് ജനം വിജയിയെ ഓർമ്മിപ്പിച്ചു. ഇവിടെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ, ലോകത്തിൻ്റെ മുഴുവൻ ഭാവി പ്രവചിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന വിജയ് മുഖ്യമന്ത്രിയാകുമെന്ന് പ്രവചിച്ചതായി അവകാശപ്പെട്ട ആ ജ്യോതിഷിക്ക് തൻ്റെ കയ്യിലിരുന്ന സർക്കാർ ജോലിയിൽ 4 മണിക്കൂർ തികച്ച് ഇരിക്കാൻ കഴിയില്ല എന്ന കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, പ്രവചിക്കാൻ കഴിഞ്ഞില്ല, ഉള്ളത്തിൽ തിരിച്ചറിയാനും കഴിഞ്ഞില്ല. സ്വന്തം തൊപ്പി തെറിക്കുന്നത് മനക്കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ആളാണോ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഉപദേശം നൽകുന്നത് എന്നുള്ള ചോദ്യമാണ് അതിനുശേഷവും ഉയരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്ത് തസ്തികയാണ് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ സീനിയർ IAS ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ആ വിഷയത്തിൽ അഗാധമായിട്ടുള്ള അറിവുള്ള വിദഗ്ധരോ ഇരിക്കുന്ന കസേരയാണത്. അവിടെയാണ് മുഖ്യമന്ത്രി കവിടിപ്പെട്ടി വെക്കാനായിട്ട് ഒരാളെ കൊണ്ടുവന്നിരുത്തിയത്. തമിഴ്നാട്ടിലെ ജനങ്ങൾ വിജയ്ക്ക് വോട്ട് ചെയ്തത് അദ്ദേഹം സിനിമയിൽ ഫൈറ്റ് ചെയ്യുന്നത് കണ്ടിട്ടല്ല, ഒരു മാറ്റം പ്രതീക്ഷിച്ചാണ്. ആ മാറ്റം കവിടിനിരത്തിലാണോ എന്നുള്ള ചോദ്യമാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണാധികാരി വിശ്വസിക്കേണ്ടത് ഭരണഘടനയിലാണ്, അല്ലാതെ ഗ്രഹനിലയിലല്ല. മുഖ്യമന്ത്രി എടുക്കുന്ന ഓരോ തീരുമാനവും ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ്. ആ തീരുമാനങ്ങൾ ശാസ്ത്രീയമായിരിക്കണം, യുക്തിപരമായിരിക്കണം എന്നുള്ളതാണ്. അവിടെ പോയിട്ട് ശനി 8-ലാണ്, ചൊവ്വ ദോഷമാണ് എന്നൊക്കെ പറയുന്നവർക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? വിജയ് എന്ന രാഷ്ട്രീയക്കാരൻ തൻ്റെ കരിയറിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിച്ച ഈ അപക്വത ലജ്ജാകരമാണ്. ഇവിടെയാണ് ചരിത്രം പ്രസക്തമാകുന്നത്. തമിഴ്നാട് എന്ന് പറയുന്നത് വെറുമൊരു സംസ്ഥാനമല്ല, അത് തന്തൈ പെരിയാറിൻ്റെ മണ്ണാണ്. അതായത് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ഇന്ത്യയിൽ ഏറ്റവും ശക്തമായിട്ട് പോരാടിയ മണ്ണാണത്. ഈറോഡ് വെങ്കടപ്പ രാമസ്വാമി എന്ന പെരിയാർ തൻ്റെ ജീവിതം മുഴുവൻ നീക്കിവെച്ചത് തമിഴരുടെ ആത്മാഭിമാനത്തിനും യുക്തിചിന്തയ്ക്കും വേണ്ടിയാണ്. വിഗ്രഹങ്ങൾ ഉടച്ചും അന്ധവിശ്വാസങ്ങളെ തെരുവിൽ ചോദ്യം ചെയ്തും വളർന്ന ഒരു രാഷ്ട്രീയ സംസ്കാരമാണ് അവിടെയുള്ളത്. CN അണ്ണാദുരയും MGRും കരുണാനിധിയും ഒക്കെ വളർത്തിയെടുത്തത് ആ യുക്തിചിന്തയുടെ അടിത്തറയിലാണ്. പക്ഷേ ഇന്നത്തെ പുതിയ മുഖ്യമന്ത്രിക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഓർക്കുക, പെരിയാർ ജീവിച്ചിരുന്നുവെങ്കിൽ ഈ നിയമനത്തെക്കുറിച്ച് എന്ത് പറയുമായിരുന്നു? ഭരണാധികാരികൾക്ക് വേണ്ടത് ക്രാന്തദർശിത്വമുള്ള ഉപദേശകരെയാണ്, ജനങ്ങളുടെ വിശപ്പറിയുന്ന, ഭരണഘടന അറിയുന്ന ആളുകളെയാണ്, ഭാഗ്യം പ്രവചിക്കുന്ന പാവകളെയല്ല. കവിടിക്ക് പകരം കരുത്തുറ്റ നിലപാടുകളാണ് തമിഴ്നാട് കാത്തിരിക്കുന്നത് വിജയിൻ്റെ ഭാഗത്തു നിന്നും TVK-യുടെ ഭാഗത്തു നിന്നും. വിജയ് മാത്രമല്ല ഈ പ്രശ്നത്തിലുള്ളത്. പല മുഖ്യമന്ത്രിമാരും വാസ്തു നോക്കി സെക്രട്ടേറിയറ്റ് മാറുന്നതും ശുഭമുഹൂർത്തം നോക്കി ഫയലിൽ ഒപ്പിടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇത് ഭരണഘടനയുടെ അനുച്ഛേദം 51AH എതിരാണ്. ഓരോ പൗരനും സയൻറ്റിഫിക് ടെമ്പർ അഥവാ ശാസ്ത്രബോധം വളർത്തണമെന്നാണ് നമ്മുടെ ഭരണഘടന പറയുന്നത്. അപ്പോൾ അത് നടപ്പാക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള മുഖ്യമന്ത്രിമാർ തന്നെ അന്ധവിശ്വാസത്തിന് ഔദ്യോഗിക പരിവേഷം നൽകിയാലോ? ജനാധിപത്യത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് ഈ നിയമനം റദ്ദാക്കപ്പെട്ടു എന്നുള്ളതാണ്. വിജയ്ക്ക് തൻ്റെ തെറ്റ് തിരുത്തേണ്ടി വന്നു. അത് ജനങ്ങളുടെ വിജയമാണ്. ജനങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയാൽ ഒരു ഗിമ്മിക്കും നടക്കില്ല. അതിൻ്റെ തെളിവാണിത്. മുഖ്യമന്ത്രിമാർക്ക് വേണ്ടത് ക്ലിയറൻസ് നൽകുന്ന ഉദ്യോഗസ്ഥരെയാണ്, അല്ലാതെ രാഹുകാലം നോക്കുന്നവരെയല്ല. ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഗ്രഹനില നോക്കിയല്ല, നിങ്ങളുടെ പ്രകടന പത്രിക നോക്കിയാണ്. ആ വിശ്വാസത്തെ പരിഹസിക്കരുത്. വിജയിയോട് ഒന്നേ അഭ്യർത്ഥിക്കാനുള്ളൂ, പ്രവചനങ്ങളെക്കാൾ പ്രവൃത്തിയെ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരത്തിൽ
രീതിയിലേക്ക് എത്രയും പെട്ടെന്ന് മാറുക. സിനിമയിലെ ഡയലോഗുകൾ പോലെ എളുപ്പമല്ല ഭരണം. അവിടെ ഗ്രഹങ്ങൾക്കല്ല ജനങ്ങൾക്കാണ് പ്രാധാന്യം. ജ്യോതിഷിയുടെ കസേര തെറിച്ചത് ഒരു മുന്നറിയിപ്പാണ്. ജനവിധിയെ അപമാനിക്കുന്ന ഏത് ഭരണാധികാരിയും ഇത്തരത്തിൽ തിരുത്തപ്പെടുക തന്നെ ചെയ്യും. അന്ധവിശ്വാസങ്ങളെ ഔദ്യോഗികവൽക്കരിക്കാനുള്ള ഏത് നീക്കവും ചെറുക്കപ്പെടണം. വരാനിരിക്കുന്ന ഭരണത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്നതിൻ്റെ സൂചനയാണ് ഇത്. ഇനിയെങ്കിലും ശാസ്ത്രബോധമുള്ള യുക്തിചിന്തയുള്ള ഒരു ഭരണകൂടമാകാൻ വിജയ് തയ്യാറാകണം. കവിടിക്ക് പകരം കർമ്മമാണ് വേണ്ടത്. തീർച്ചയായും വിമർശനം ഉയർന്ന ഉടൻ തന്നെ തീരുമാനം തിരുത്തിയ വിജയിൻ്റെ നടപടി സ്വാഗതാർഹമാണ്. അത്തരം തിരുത്തലുകളിലൂടെ മുന്നോട്ട് പോകാൻ വിജയിക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ TVKയ്ക്കും കഴിയട്ടെ. നന്ദി.